ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സേമിയ വെജിറ്റബിൾസ് ഉപ്മാവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ വലിയുള്ളി, ബീൻസ്, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി കുനുകുനാന്ന് മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വലിയുള്ളി, കറിവേപ്പില, പച്ചമുളക് കീറിയത്, കുനുകുനാന്ന് മുറിച്ച് വെച്ച ഇഞ്ചി, കൂടെ തന്നെ ബീൻസും ക്യാരറ്റും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാക്കറ്റ് സേമിയയ്ക്ക് 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക, കുറച്ച് ഉപ്പുപൊടിയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തിള നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. സേമിയ നന്നായി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സേമിയ ഒന്നോടൊന്നും ഒട്ടാതെ നല്ല രീതിക്ക് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ, കുഴഞ്ഞു പോകാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ വെജിറ്റബിൾസ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. കുഴഞ്ഞു പോകാതെ നല്ല രീതിക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബായ്.